അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. പല കുട്ടികൾക്കും ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്കൂൾ തുറക്കുകയാണ്. ഫിസിമോൾക്കൊക്കെ നാളെയാണ് സ്കൂൾ റീഓപ്പൺ ചെയ്യുക. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ പൊതിയൊക്കെ കൊടുത്തു വിടൂലേ അവർക്ക്, ഇല്ലേ? നല്ല ഭംഗിയുള്ള ടിഫിൻ ബോക്സിൽ നല്ല ഭക്ഷണമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടും. അതിൻ്റെ കൂടെ ഒരു ചെറിയ പൊതി കൂടെ നിങ്ങൾ കൊടുത്തു വിട്ടാൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ മക്കൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു ശൈത്വാനും ഒരു മനുഷ്യനും നിങ്ങളുടെ കുട്ടിയെ തൊടില്ല. അതുമാത്രമല്ലാന്നേ, നിങ്ങളുടെ കുട്ടി നന്നായി പഠിക്കാനും അവൻ്റെ ഹൃദയത്തിൽ പഠിക്കുന്നതൊക്കെ തെളിഞ്ഞു നിൽക്കാനും കാരണമാകും. അതെന്ത് പൊതിയാണ് ഉസ്താദേ? ഒരാളത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നാണ്. നമുക്ക് ആ പൊതി എന്താണെന്ന് പഠിക്കാം. നിങ്ങൾ തയ്യാറല്ലേ? 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി ആയിരിക്കണോട്ടെ എല്ലാവരും. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, ചില യാത്രകളിലൊക്കെ ആയിരുന്നു. 1-2 മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരുപാട് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യാനും കൂടെ ഉള്ളൊരു അവസരം കിട്ടി. പ്രത്യേകിച്ച് ഏർവാടിയിലൊക്കെ ചെന്ന സമയത്ത് യാ റബ്ബി, എത്രയാണ് നമ്മുടെ മുഹിബ്ബീങ്ങൾ. അൽഹംദുലില്ലാഹ്, സത്യം പറഞ്ഞാൽ എനിക്കൊരു 2 അടി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഓരോ 2 അടികളിലും നമ്മളെ അറിയുന്ന നമ്മുടെ മുഹിബ്ബീങ്ങൾ, അതിൽ ഉസ്താദുമാരുണ്ട്, സാധാരണക്കാരുണ്ട്. വല്ലാത്തൊരു സന്തോഷം. അക്കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മഹാന്മാർ ഉപ്പയുടെ ഹദ്റത്തിൽ വന്ന്, ബാദുഷുപ്പാപ്പയുടെ ഹദ്റത്തിൽ വന്നിരുന്നിട്ട് പടച്ച റബ്ബിനെ വിളിക്കുന്ന കാഴ്ച, ഉപ്പാപ്പയുടെ സഹായം അഭ്യർത്ഥിക്കുന്ന കാഴ്ച, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് പടച്ചോൻ്റെ ഏറ്റവും മനോഹരമായ സഹായമല്ലേ, അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ സ്വഹാബത്തൊരു കാലുവേദന വരുമ്പോൾ യാ മുഹമ്മദ് നബിയെ എന്നൊരു വിളിയാണ്. ആ സ്നേഹത്തിൻ്റെ വിളി അങ്ങ് വിളിക്കുമ്പോഴേക്ക് അവരെ അള്ളാഹ് സഹായിക്കും. കാരണം അള്ളാഹ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരല്ലേ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ. ആ ഹദ്റത്തിൽ പിശാചിനടുക്കാൻ പറ്റില്ലല്ലോ. പിശാചുക്കൾ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ച, ആ പൈശാചികത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ. യാ റബ്ബി, ഒരു സഹോദരൻ വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്, ഉസ്താദേ സഹിക്കാൻ പറ്റണില്ല, ഇപ്പോൾ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ 1.5 കൊല്ലം മുമ്പ് ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയണം എന്നോട്, 1.5 കൊല്ലം മുമ്പ് ഞാൻ ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്ന ആളായിരുന്നു. എനിക്കൊരു സിഹറുബാധ ഏറ്റിട്ട് ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. 1.5 കൊല്ലമായി ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ട്. ഞാനിവിടെ ഉണ്ട്, ഈ ഹദ്റത്തിലുണ്ട്. ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈമാനോടെ മരിക്കണം, ബാദുഷുപ്പാപ്പാടെ കൂടെ ചേരണം. ആ സഹോദരൻ അള്ളാഹു എത്രയും പെട്ടെന്ന് സലാമത്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഈ സ്വബാഹുൽ ഖൈർ എന്ന സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. അക്കൂട്ടത്തിൽ എന്നും രാവിലെ സ്വബാഹുൽ ഖൈർ കണ്ടിട്ടേ ഞങ്ങൾ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ പാലക്കാടുള്ളവർ, മലപ്പുറത്തുള്ളവർ, കോഴിക്കോടുള്ളവർ, തമിഴ്നാട്ടിൽ തന്നെയുള്ളവർ, യാ റബ്ബി എത്രയാ സ്വബാഹുൽ ഖൈർ കുടുംബങ്ങളുടെ ഒരു ബാന്ധവം. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു ബന്ധം ഒരു കുടുംബ ബന്ധം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഭംഗിയാക്കി നിലനിർത്തി നാളെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം ഒരുമിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ? ചില കുട്ടികളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകും. ഇപ്പം എൻ്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞതുപോലെ നാളെ വ്യാഴാഴ്ച ദിവസമാണ് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത് ഫിസിമോൾക്ക്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇരിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് അപകടം ഉണ്ടാകരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നമില്ലല്ലോ, അല്ലേ? നന്നായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ നമുക്കിങ്ങനെ ടെൻഷനുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ട്. എന്നാലേ പോകാൻ നേരത്ത് നമ്മൾ നല്ല ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണ കൂട്ടത്തിൽ ഒരു പൊതി കൂടെ കൊടുത്തു വിട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല, ഒരു ശൈത്താനും തൊടുവില്ല, ഒരു മനുഷ്യനും തൊടുവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നന്നായി പഠിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ
എന്ത് പൊതിയാണ് ഉസ്താദ് ഇപ്പോൾ കൊടുത്തു വിടുക? അങ്ങനെ ഡെയിലി ഒരു പൊതി ഉണ്ടാക്കണമെങ്കിൽ വലിയ പാടല്ലേ എന്നാണ്. അങ്ങനെ വലിയ പാടുള്ള പൊതിയൊന്നുമല്ല, എളുപ്പമാണ്. അതായത് ഭൗതികമായ പൊതിയുണ്ട്, ആത്മീയമായ പൊതിയുണ്ട്. ഭൗതികമായ പൊതിയാണ് ഉച്ചക്കത്തെ ചോറായിട്ട് നമ്മൾ പൊതിഞ്ഞു കൊടുത്തു വിടുന്നത്. ആത്മീയമായൊരു പൊതി, ഒരു സ്പിരിച്വൽ പാക്കേജ്, ആത്മീയ പൊതി, ഒരു ആത്മീയമായ പൊതി. അത് പുള്ള കാണൂല, കുട്ടിക്ക് കാണാൻ പറ്റുന്നൊരു പൊതിയല്ല. ആ പൊതി തയ്യാറാക്കി കുട്ടിയെ യാത്രയാക്കുക. ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സ്പിരിച്വൽ പാക്കേജ് കൊടുത്ത് കുട്ടിയെ പറഞ്ഞയച്ചാൽ കുഞ്ഞ് അടിപൊളിയാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, അപകടങ്ങളേതുമില്ലാതെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന പൊന്നുമോനായി പൊന്നുമോളായി ആ കുട്ടി മാറുമെന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കഷ്ണങ്ങളാണ്, ഇല്ലേ? ഫാത്തിമ ഖിത്അത്തി കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളെ പടച്ചോനിലേക്ക് കാവലേൽപ്പിക്കുക എന്നുള്ളതാണ്. കാവലേൽപ്പിക്കുക. അതായത് ഒന്നാമത് നമ്മൾ തയ്യാറാക്കുമ്പോൾ, പൊതി തയ്യാറാക്കുന്ന എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ നല്ല ഊണൊക്കെ തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു പേപ്പർ വെക്കും. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വിരിക്കും, അതിൻ്റെ മേലെ ഒരു വാഴയില വെക്കും, അതിൻ്റെ മേലെ ചോറ് വിളമ്പും, കൂട്ടുകറി വിളമ്പും, അച്ചാറ് വിളമ്പും, പപ്പടം വെക്കും, മീൻ പൊരിച്ചത് വെക്കും, അങ്ങനെ പലതും ഇങ്ങനെ അടുക്കി വെക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നല്ലൊരു പേപ്പർ വിരിക്കാൻ ഫസ്റ്റ്. ഒന്നാമത്തെ പൊതി എന്താ? കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ഫ്രം കലാമിറ്റീസ്, ഇല്ലേ? അപകടങ്ങളിൽ നിന്ന്, അത് നാച്ചുറലാകട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാക്കുന്ന അപകടമാകട്ടെ, ഇതിൽ നിന്നൊക്കെ പടച്ചോൻ കാവൽ തരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയും? ഇപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, ദുഷിച്ച നോട്ടങ്ങൾ, കണ്ണീറൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? കണ്ണീർ ഭയങ്കര പ്രശ്നമല്ലേ? അതായത് ഓടി നടക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണീർ മതി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർപ്പിച്ചിട്ടില്ലേ? അപ്പോൾ കണ്ണീർ എന്ന് പറഞ്ഞൊരു ഡേഞ്ചർ സാധനമാണ്, ചെറിയ സാധനം ഒന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞിനെ ഏൽക്കാതിരിക്കാൻ. അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ട്. യാ റബ്ബി, സ്കൂളിലേക്ക് വിട്ട, കോളേജിലേക്ക് വിട്ട ഒരു കുട്ടി എത്രമേൽ മോശമായി പോകുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പല രക്ഷിതാക്കളും കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് കൊണ്ടുവന്നിട്ട് ഹോസ്റ്റലിലാക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ മോശം സ്വഭാവത്തിലേക്ക് പോയി ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ പൊതി തയ്യാറാക്കണം. എന്താണത്? ഒന്ന്, കുഞ്ഞ് ഇടത് കാല് വെച്ച് പുറത്തിറങ്ങണം. വീട്ടിൽ നിന്ന് ഏത് കാല് വെച്ചാൽ പുറത്തിറങ്ങേണ്ടത്? അങ്ങനെ ഇടത് കാല് വെച്ച് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലെങ്കിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നമ്മൾ ബിസ്മില്ലാഹിയുടെ അർത്ഥം മുമ്പ് പറഞ്ഞു തന്നിരുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ ഇറങ്ങുന്നു എന്നാണ്. തവക്കൽതു അലല്ലാഹ്, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു, അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒന്നിനും ഒരു കഴിവില്ല, അല്ലേ? ഞാൻ ഇന്നാലെൻ്റെ സേഫ്റ്റിയുള്ള വണ്ടിയിലാണ്, അല്ലെങ്കിൽ ഭയങ്കര സേഫ്റ്റിയുള്ള സ്കൂളിലാണ് ഞാൻ എൻ്റെ കുട്ടി ആക്കിയേക്കുന്നത്. നമ്മൾ തവക്കുലാക്കുന്നത് ഈ വണ്ടിയിലും ഈ സ്കൂളിലും ആണെങ്കിൽ രക്ഷപ്പെടൂല, ആ ലാഹൗല ശരിയാവൂല. നല്ല സ്കൂളിലാക്കണം, നല്ല വണ്ടിയൊക്കെ ഏൽപ്പിക്കണം. പക്ഷേ ആത്യന്തികമായി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവനാരാണ്? ഡ്രൈവറെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നവനാരാണ്? അള്ളാഹു തന്നെയാണ്. അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ചൊല്ലി ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല എന്ന് നമ്മൾ പാടാറില്ലേ? തഴവ് ഉസ്താദ് പാടിയ വരികൾ. സത്യമാണത്. അപ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, അല്ലെങ്കിൽ ഇല്ലാ ബില്ലാ, അവിടം വരെ പടച്ചോനത് ഏൽപ്പിച്ചങ്ങ് കൊടുക്കുക. ഇത് ഓതിയാൽ മലക്കുകൾ കുട്ടിയെ വഴി നടത്തുമെന്ന് പരിശുദ്ധ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ മലക്കുകൾ ഉണ്ടാവും. അത് ഈ ബോധ്യത്തിലായിരിക്കണം. അതായത് നമ്മളിങ്ങനെ മനസ്സിലുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പിള്ളേർ നല്ല സ്കൂളിലാണ് പഠിക്കണത്, നല്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ വാപ്പായാണ് കൊണ്ടുപോയി ആക്കണത്, ഉപ്പാപ്പായാണ് കൊണ്ടുപോയി ആക്കണത്, അല്ലെങ്കിൽ ഞാനാണ് കൊണ്ടുപോയി ആക്കണത്. ഇതൊന്നും അല്ല നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മലക്കുകൾ കൂടെ വരണമെങ്കിൽ പരിപൂർണാർത്ഥത്തിൽ ആർക്ക് വിട്ടുകൊടുക്കണം? പടച്ചോനെ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ ടെൻഷനൊന്നും അടിക്കരുത്, അതല്ല നോക്കിക്കോളും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. കുട്ടിയുടെ സുരക്ഷ ഒക്കെ നോക്കണം. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ. അല്ലാ, നിന്നെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു പടച്ചോനെ, അതാണ് തവക്കൽതു അലല്ലാഹ്. നിന്നെ ഞാൻ ഏൽപ്പിച്ചു, ഞാനതിൽ സംശയിക്കൂല, ഞാൻ ടെൻഷൻ അടിക്കൂല. കാരണം നീയാണ് ഏറ്റിട്ടുള്ളത്. അള്ളാഹുവിനൊരു സംഗതി ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിച്ചാൽ അവൻ ഏറ്റെടുക്കും. നമ്മുടെ കാര്യം ഏറ്റെടുക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മളെ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിക്കണില്ല.
ഇല്ലേ? അങ്ങനെയല്ലേ? ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിക്കാറുണ്ടോ? ഇപ്പോൾ വേറൊന്നും വേണ്ടെന്നേ. ഇപ്പോൾ ഈ കെട്ടിച്ചു വിടുന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഭർത്താവിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്താലാണ് ആ ജീവിതത്തിലൊരു രസം ഉണ്ടാവുള്ളൂ. ഇല്ല, എനിക്കൊരു കുട്ടിയുടെ സംഭവം അറിയാം, ഒരുപാട് പേരുടെ അറിയാം. അപ്പോൾ ഒരാളെ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. എറണാകുളത്തുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിപ്പിച്ചു വിടുമ്പോൾ രാവിലെ തന്നെ പെൺകുട്ടിയുടെ ഉമ്മ വിളിക്കും. പെൺകുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് നേരം വെളുത്തന്നെ ചോദിക്കണത്, തള്ളേം തേടി, തള്ളേം തേ. ഏതാണ് ഈ തള്ള? ഭർത്താവിൻ്റെ ഉമ്മയാണ്. തള്ളേം തേടി. അത് ഉമ്മ അടുക്കളയിലുണ്ട്. ആ, നീ അവിടെ കിടന്നോട്ടാ, നീ അവിടെ കിടന്നോ. ആ തള്ള കുറച്ച് പണിയൊക്കെ എടുക്കട്ടെ, നീ അവിടെ കിടക്ക്. തള്ള പറയുമ്പോൾ പോയി പണിയെടുക്കണ്ടാട്ടാ നീ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക്. ആ കുട്ടിയുടെ ജീവിതം ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് 2 തവണ പോയിട്ട് രക്ഷിച്ചത് അള്ളാൻ്റെ ഓഫി കൊണ്ട് ഞാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഭർത്താവിലേക്ക് പരിപൂർണാർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ജീവിതത്തിൽ വെറുതെ കിടന്നിങ്ങനെ ഇൻ്റർഫിയർ ചെയ്യരുത്. അതിനർത്ഥം ഉമ്മ വിളിക്കണ്ടെന്നല്ല കേട്ടോ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു ബന്ധം വേണ്ടെന്നല്ല, അവളുടെ എല്ലാ കാര്യത്തിനും നിങ്ങൾ ഉണ്ടാകണം. പക്ഷേ ജീവിതം തകർക്കരുത്, വേണ്ടാത്തടത്ത് കയറി ഇടപെടരുത്. എന്നതുപോലെ നമ്മൾ പടച്ചോനിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ള ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോവോ, അങ്ങനെയാണോ, ഇങ്ങനെ ടെൻഷൻ. കാരണം നമ്മൾ ഏൽപ്പിക്കേണ്ടതുപോലെ പടച്ചോനിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ നോക്കിക്കോളും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ സമ്മാനപ്പൊതി, കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു വിടേണ്ട പൊതി ആദ്യത്തേത് എന്താണ്? ആത്മീയമായ പൊതി. നമ്മൾ കുഞ്ഞിന് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് നമ്മളും ചൊല്ലാം, പടച്ചോനിലേക്ക് അങ്ങ് ഏൽപ്പിച്ചേക്കാം. അതോടൊപ്പം ചേർത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൈവച്ചിട്ട് ആയത്തുൽ കുർസി, തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആയത്തുൽ കുർസി ഓതി കൊടുക്കുക. അതായത് വൈകുന്നേരം വരെ കുഞ്ഞിന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, സുരക്ഷ ഉണ്ടാകും. സ്കൂളിൽ പോണ സമയത്ത് അപ്പോൾ ഇത്തിരി നേരത്തെ എഴുന്നേൽപ്പിച്ച് ഇതൊക്കെ ചെയ്യണം. രാത്രി നേരത്തെ കിടത്തി ഉറക്കണം. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. 12 മണിക്ക് കിടന്നിട്ട് രാവിലെ എണീറ്റ് ഇതിനൊക്കെ ചെയ്യാൻ സമയം കിട്ടില്ല എന്നാണ്. ഒരു ആയത്തിൽ കുറിച്ച് അതിനിപ്പോൾ എത്ര നേരം വേണോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ ഇതിന് ഇത്രമാത്രം സമയമൊക്കെ വേണോ? അപ്പോൾ എല്ലാത്തിലുപരി പടച്ചോനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ അമാനത്ത് അള്ള തന്ന സൂക്ഷിപ്പ് സ്വത്താണ് നമ്മുടെ മക്കൾ. ഈ സൂക്ഷിപ്പ് സ്വത്ത് പടച്ചോനെ നിൻ്റെ കാവലിനേക്കാൾ വലിയൊരു കാവലില്ലാട്ടോ അല്ല, ഞാനിതാ നിന്നിലേക്ക് ഏൽപ്പിക്കാം. നീ നോക്കും, എനിക്ക് ഉറപ്പാണ്, നീ നോക്കും, എനിക്ക് ഉറപ്പാണെന്നുള്ള ബോധ്യത്തിൽ, വെറുതെ തവക്കൽത്തല്ല, ഈ ബോധ്യത്തിൽ ചെയ്യുക. ഇതാണ് നമ്മുടെ പേപ്പർ വിരിക്കുക എന്ന് പറയുന്നത്. ഇനി എന്താ? ഇനി ഇലയിടണം. ഇലയാണ് ഒരു ഭക്ഷണത്തിന് ഭംഗി കൂട്ടുന്നത് ഇല്ലേ? വാഴയിലയിൽ പൊതിഞ്ഞ ഊണിന് നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ കുഞ്ഞിൻ്റെ പഠനത്തിൽ ഏകാഗ്രത ലഭിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും അറിവ് ഹൃദയത്തിൽ പതിയാനുള്ള ആത്മീയ വഴികളുണ്ട്. അതായത് കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണേ. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. മുത്തുനബിയോട് ദ്വാരക്കാൻ അള്ള പഠിപ്പിച്ച ദ്വായാണ്. റബ്ബി, എൻ്റെ രക്ഷിതാവേ, സിദ്നി ഇൽമ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടെ നിങ്ങളും ചൊല്ലണം, കുഞ്ഞിനും പഠിപ്പിച്ച് വെക്കണം കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മുതൽ ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യങ്ങൾക്ക് എളുപ്പമാകാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അതായത് ഫിറഔൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഫിറഔൻ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഹൃദയത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റണ്ടേ അല്ലേ? മൂസാ നബിയുടെ ദുആ എന്താ? റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണേ എന്നാണ്. റബ്ബി ശ്റഹ് ലീ സ്വദ്രി, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണേ. അപ്പോൾ കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുന്ന് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. ഇപ്പോൾ പടച്ചോനെ എൻ്റെ ഹൃദയത്തെ വിശാലാക്കണം, ഇതിൻ്റെ ആശയം അറിഞ്ഞു ചൊല്ലാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ചില ഇസ്മുകളുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ഓർമ്മശക്തി വർദ്ധിക്കാൻ, അതുപോലെ തന്നെ പഠിച്ചത് മനസ്സിൽ നിൽക്കാനൊക്കെ. നിങ്ങൾ എന്ത് ചെയ്യണം? യാ അലീമു യാ ഹക്കീമു യാ അലീമു യാ അല്ലാഹ്. യാ അലീം, യാ ഹക്കീം, യാ അലീം. ഈ 3 ഇസ്മുകൾ ധാരാളം ഇടയ്ക്കിടെ ചൊല്ലാനായിട്ട് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം. നിസ്കാരം കഴിയുന്ന സമയത്തൊക്കെ മോനൊരു 11 തവണ ഈ ഇസ്മു ചൊല്ലിയിട്ട് മോന്തുമായിരുന്നു. മനസ്സിലായോ? ഈ ഇതുമായിരുന്നു ഇത് കുഞ്ഞിൻ്റെ പഠനത്തിൻ്റെയൊക്കെ മാറ്റുകൂട്ടും. ഈ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് റബ്ബി സിദ്നി ഇൽമ, രണ്ടാമത്തെ എന്താ? റബ്ബി ശ്റഹ് ലീ സ്വദ്രി എന്നുള്ള പ്രാർത്ഥന, മൂന്നാമത്തത് യാ അലീമു യാ ഹക്കീമു യാ അലീമു. ഈ 3 ഇസ്മുകൾ മനസ്സിരുത്തി ഇങ്ങനെ ചൊല്ലുക, കുഞ്ഞിനിങ്ങനെ ഇടയ്ക്കിടെ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വാഴയില ഭംഗിയായി. വാഴയിലൊന്ന് ചൂടാക്കുമ്പോൾ തന്നെ വാഴയിലയുടെ ഒരു മണം വരുന്നത് പോലെ ഇത് ചൊല്ലുന്ന കുട്ടിയിൽ നിന്ന് പഠനത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആ ഒരു മണം ഇങ്ങനെ പുറത്തു വരും. നന്നായി ഇതുവരെ പഠിക്കൽ പുറകോട്ടായിരുന്ന കുട്ടി നന്നായി പഠിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പം ഇനി ചോറ് വിളമ്പണം. നല്ല മനോഹരമായി വെന്ത്
ഇല്ലേ? എനിക്ക് നല്ല വേവുള്ളതെന്നല്ല, വെന്ത് കിട്ടിയ ചോറാണ് എനിക്കിഷ്ടം. ഒരുപാട് കട്ടിയുള്ള ചോറൊന്നും ഞാൻ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. ആകെ ഉച്ചയ്ക്ക് വളരെ കുറച്ച് ചോറ് മാത്രമാണ് കഴിക്കുക. അപ്പോൾ ആ ചോറ് തന്നെ നന്നായി വെന്ത ചോറാണ് ഇഷ്ടം. കുഞ്ഞുങ്ങൾക്കൊക്കെ അതായിരിക്കും ഇഷ്ടം അല്ലേ? അധികം വെന്ത് പോകാത്ത ചോറ് കുട്ടികൾക്ക് ഇഷ്ടമല്ല. ചില ആളുകൾക്ക് ഇങ്ങനെ പയറുമണി പോലെ കിടക്കണം ചോറ്. ഇരിക്കട്ടെ, ആ ചോറിൻ്റെ ഭംഗി വളരെ മനോഹരമാണ് ഇല്ലേ? നല്ല ചോറ് വിളമ്പണം. എന്താണ് ആ ചോറ്? ആ പൊതിയിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ ഹൃദയമൊന്ന് വിശാലമാക്കാനുള്ള ഒരു സംഗതിയാണ്, അത് സ്വലാത്താണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പഠനത്തിലും ജീവിതത്തിലൊക്കെ ബറക്കത്തുണ്ടാകാനായിട്ട് സ്വലാത്ത് വളരെ നല്ലതാണ്. അപ്പോൾ ഏത് സ്വലാത്താണെങ്കിലും മതി. കുഞ്ഞിനോട് പറയാം, സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ കുട്ടി ഒരു 11 സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, ചെറിയ സ്വലാത്തല്ലേ, ഫാത്തിമ ബീവിയുടെ സ്വലാത്ത്. ഇനി അത് വേണ്ട, നമ്മളെപ്പോഴും ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അന്ധകാരം ഉണ്ടാവില്ല, വെളിച്ചം കിട്ടും. അപ്പോൾ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടാതിരിക്കാൻ സ്വലാത്ത് കാരണമാണ്. മയക്കുമരുന്നും കള്ളും കഞ്ചാവും എല്ലാം സ്കൂളുകളിൽ പോലും MDMA പോലും രഹസ്യമായി വിൽക്കുന്ന പല കേന്ദ്രങ്ങളുണ്ടെന്ന് ഗവൺമെൻറ് മേഖലകളിൽ നിന്ന് പോലും പല റിപ്പോർട്ടുകൾ നമുക്ക് വന്നതാണ് സ്കൂളുകളിൽ, ഇല്ലേ? പല അപകടങ്ങളുണ്ട്. അപ്പോൾ പല അപകടങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളെ പെടുത്താനായിട്ട് പല ആളുകളും ഒളിച്ചും പാത്തുമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്ത് മനസ്സറിഞ്ഞ് മുത്തുനബിയെ സ്നേഹിച്ച് ചൊല്ലാൻ പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു 11 തവണ ഡെയിലി സ്കൂളിലേക്ക് പോകുമ്പോൾ കുഞ്ഞത് ചൊല്ലിക്കോട്ടെ. മനസ്സിലായോ? അപ്പം നല്ല ചോറായി, നല്ല ഭംഗിയുള്ള ചോറായി. ആ ചോറ് മനോഹരമായി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും വലുത് ആ ചോറിനെ ടേസ്റ്റ് ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. ഏറ്റവും മർമ്മപ്രധാനമായൊരു സംഗതി അല്ലേ? ചോറിന് ടേസ്റ്റ് വേണം. ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ നല്ല കറി വേണം, കൂട്ടുകറികൾ വേണം, ഒലച്ച് വേണം, ഇച്ചിരി മീൻ പൊരിച്ചത് വേണം. ഇതൊക്കെ ചോറിന് രുചി ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇവിടുത്തെ ചോറിന് രുചി ഉണ്ടാക്കുന്നത് എന്താണ്? ഉമ്മാടെ അല്ലെങ്കിൽ വാപ്പാടെ പ്രാർത്ഥനയാണ്. കുഞ്ഞിങ്ങനെ ബസ്സിൽ കയറി പോകുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയില്ലേ? പടച്ചോനെ എൻ്റെ കുട്ടിക്ക് നീ കാവലേകണയല്ല, നീ നോക്കണയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചതാണല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്ത് നമ്മൾ ലഞ്ച് ബോക്സൊക്കെ വെക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് സൂഫികളായ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഉമ്മമാരെന്ത് ചെയ്യുക, ഈ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് വെക്കണ സമയത്ത് വുളുവോടുകൂടെ ഭക്ഷണം എടുക്കുക, ബിസ്മി ചൊല്ലി ഭക്ഷണം എടുക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടുണ്ടാക്കുക, ബിസ്മി ചൊല്ലിയിട്ടുണ്ടാക്കുക. ഏറ്റവും മർമ്മപ്രധാനം, ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഉമ്മാക്ക് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വുളു എടുക്കാൻ പറ്റാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ബിസ്മി ചൊല്ലി നല്ല നെയ്യത്തിൽ, എല്ലാത്തിനൊരു നെയ്യത്ത് നല്ലതാണ്. പടച്ചോനെ, ഞാൻ ഈ ഭക്ഷണം പാചകം ചെയ്ത് പാക്ക് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞ് ഹലാൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവേ, ഈ ഭക്ഷണം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്നൊക്കെ ദ്വാരുന്നുണ്ട്. ആ ദ്വായിൻ്റെ ബോധ്യത്തോടു കൂടെ വേണം നിങ്ങളിത് പാക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെ വുളു എടുത്തുകൊണ്ട് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അങ്ങനെയുള്ളവരൊക്കെ വളരെ വിരളാണ്. വല്ല സ്വാലിഹച്ചുകളായ വലിയ ഔലിയാക്കളൊക്കെ ആയ ഉമ്മമാരുണ്ടാവുമെന്നല്ലാണ്ട് അങ്ങനത്തെ അവസ്ഥയൊക്കെ നമുക്കിടയിൽ വളരെ കുറവാണല്ലേ. അപ്പോൾ ഇതുണ്ടാകണം, വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടെ, ഇപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. സമ്മാനം അള്ള തരുന്നുണ്ടെങ്കിൽ ഒരു അമാനത്തായിട്ടാണ് തന്നത്. സൂക്ഷിപ്പ് സ്വത്തിൽ എന്തെങ്കിലുമൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോട് നമ്മൾ തന്ന ആൾക്ക് കണക്ക് പറയേണ്ടി വരും. അള്ളാഹിനോട് കണക്ക് പറയണം. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ സാധനമാണത്. അള്ളാഹിനോട് നമ്മൾ എന്ത് കണക്ക് പറഞ്ഞാൽ തീർക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വിഷയമൊക്കെ സൂക്ഷിച്ച് ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ ചേർത്ത് പൊതി ഭംഗിയാക്കി മടക്കി ആത്മീയമായി കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്തൊട്ടിച്ച് വെച്ച് കൊടുത്തുവിടുക. ഒരു സ്നേഹത്തോടെയുള്ള ചുംബനമൊക്കെ കൊടുത്തുവിടുക. റെഡിയല്ലേ? നിങ്ങൾ ചെയ്യൂലേ? ഈ സാധനം നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ കുഞ്ഞിന് ഇത് പതിവായി നിങ്ങൾ ചെയ്യുന്തോറും നിങ്ങളുടെ കുഞ്ഞ് മാറി വരും. ഉറപ്പാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് വൽഫജിർ വലയാലി നഷർ 10 ദിവസം എന്ന് പറഞ്ഞത് ദുൽഹജ്ജ് അല്ലാതെ പിന്നെ ഏത് 10 ദിവസമാണ് നമ്മൾ ചോദിച്ചത് അല്ലേ? അത് മുഹറത്തിൽ ആദ്യ 10 അഭിപ്രായമുണ്ട്. കമൻറ്റ് ചെയ്തവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നാളെയാണ് 3000 രൂപ ആർക്കാണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസം. ഇൻഷാ അല്ലാഹ് അർഹരായ ആളുകളിലേക്ക് അള്ളാഹ് എത്തിച്ചു കൊടുക്കട്ടെ. അപ്പോൾ 3000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം എന്താണ്? ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഒരു ദിവസം, കൊല്ലത്തിലൊരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ കുടുംബത്തിന് വിശാലത ചെയ്താൽ, ഭക്ഷണമാകട്ടെ,
നല്ല വസ്ത്രമാകട്ടെ, കുടുംബക്കാർക്ക് നിങ്ങൾ വിശാലത ചെയ്താൽ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദിവസം? കമൻറ്റ് ചെയ്യൂലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ ബിസ്സൽ സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പൊരുത്തം തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു, നീ പൊറുക്കണയല്ല. മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫറത്ത് നൽകണയല്ല. പാപ്പയും ഉമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ മരിച്ചുപോയവരുണ്ട്, ഇണകൾ മരിച്ചുപോയവരുണ്ട്, ഖബർ വെളിച്ചാക്കണയല്ല. പടച്ചോനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കൾ സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ കാവലേകണയല്ല. പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല. അപകടങ്ങളിൽ നിന്ന്, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് കാവലേകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. അർഹമുർ-റഹീമായ റബ്ബേ, നീ ഞങ്ങളെ കൈവടിയല്ലയല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.